നമുക്ക് ഇന്ന് ഇവിടെ അച്ഛനൊക്കെ പറഞ്ഞതുപോലെ വേദപുസ്തകത്തിലെ വനിതകൾ എന്ന് പറയുന്നത് നമുക്കെന്നും മാതൃകയും പ്രചോദനവുമാണ്. എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത് കാഴ്ചവെച്ച വ്യക്തികളാണ്. അതായത് ബൈബിളിലെ മെട്രിയാർക്സിനെ നമുക്ക് എടുക്കാം. പൂർവ്വ മാതാക്കൾ സാറ, റെബേക്ക, ലേയ, റാഹേൽ. അതുപോലെ തന്നെ വലിയ വിശ്വാസം കാഴ്ചവെച്ചവരാണ് ഇപ്പോ ബൈബിളിൽ നമ്മൾ എടുക്കുന്ന പാപിനിയായിട്ടുള്ള സ്ത്രീ, സമരിയാക്കാരി സ്ത്രീ, ജീസസ് എൻകൗണ്ടർ അറ്റ് യാക്കോബിന്റെ കിണറിലുള്ള സമരിയാക്കാരി സ്ത്രീ, കനാന്യക്കാരി സ്ത്രീയുടെ വിശ്വാസം. ഇതുപോലെ നിരവധി സ്ത്രീകൾ അവരുടെ വിശ്വാസം നമുക്ക് പഴയ നിയമം എടുക്കുകയാണെങ്കിൽ ദെബോറ, റൂത്ത്, എസ്തേർ, ജായേൽ, അതുപോലെ തന്നെ യേശുക്രിസ്തുവിന്റെ ജിനിയോളജിയിൽ വംശാവലി പട്ടികയിലുള്ളവർ 4 സ്ത്രീകളാണ്. ബത്ശേബ, റഹാബ്, റൂത്ത്, താമാർ. ഇവർക്കൊന്നും യാതൊരു രീതിയിലുള്ള അവകാശവാദം ക്ലെയിം ചെയ്യാനില്ലാത്തവരാണ്. അതായത് വീണുപോയവർ, തകർച്ചയിലും പരാജയത്തിലും ഉള്ളവരെയാണ് ദൈവത്തിന്റെ രക്ഷാകര പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ വേദപുസ്തക മദേഴ്സ് എടുത്ത് നമുക്ക് നോക്കാം. തീർച്ചയായും യേശുവിന്റെ അമ്മ പരിശുദ്ധ കന്യകാമറിയം, അതുപോലെ തന്നെ സമൂവേലിന്റെ അമ്മ ഹന്ന, സ്നാപക യോഹന്നാന്റെ അമ്മ എലിസബത്ത്. ഇവർ എന്നും നമുക്ക് മാതൃകയാണ്. പുതിയ നിയമത്തിലോട്ട് വരികയാണെങ്കിലോ പ്രിസില്ല, ഇയോദ്യ, ജൂനിയ, ലീഡ്യ, നിംഫ, ഇവരെല്ലാം നമുക്ക് മാതൃകയാണ്. ഇവരെല്ലാം നമ്മുടെ മുന്നിൽ വഴികാട്ടിയായിട്ട് നിൽക്കുകയാണ്, ശക്തമായിട്ടുള്ള. ഇവിടെ ഇന്ന് പ്രഭാതത്തിൽ മേരി മഗ്ദലീന്റെ കാര്യം നമ്മൾ കേട്ടു.